ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയും 2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഒരു 3 സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂണും വെളുത്തുള്ളി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂണും 3 പച്ചമുളകും 1/4 കപ്പ് കാഷ്യൂവാണ് എടുത്തിരിക്കുന്നത്. 6 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിക്ക എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 3 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കാഷ്യൂം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. നേരത്തെ നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന സവോള വഴറ്റിയത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് സവോളയും എല്ലാം കൂടെ അരച്ച് വെച്ചിരുന്നത് പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കനും അതിനകത്തുള്ള എണ്ണയും ആ മസാലയും എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തി 1 ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.